കൊള്ളാലോ, സൂപ്പർ, നല്ല പടം. നന്ദുകൂട്ട വരച്ചതാ. നന്ദുകൂട്ട ഇതാരാ? നന്ദുമോനെ ഒൺ വരച്ച് കാണിച്ചു കൊടുത്തേ. ഒൺ വരച്ച് കാണിച്ചു കൊടുത്തേ. ഒൺ വരച്ചേ. ഒൺ വരച്ചേ. നന്ദുകുട്ടന് അച്ഛനാണോ അമ്മയാണോ ഇഷ്ടം? ആരാണ് നന്ദുകുട്ടന്റെ വഴക്ക് പറയുന്നേ? നന്ദുകുട്ട, നന്ദുകുട്ട അച്ഛയാണോ അമ്മയാണോ ഇഷ്ടം? ആരെയാ? അമ്മയാണോ ഇഷ്ടം? ഇതൊക്കെ നന്ദുകുട്ടന്റെ ഫ്രണ്ട്സ് ആണോ? ഇതാരാ? ആണോ? ആരാ? വേദ. ചേച്ചിയുടെ പേരെന്തോ മോനെ? മോളുടെ പേരെന്തുവാ? നന്ദുട്ടിയുടെ വേറെ പേരെന്തോ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തേ. അളകനന്ദ. ഇങ്ങനെ ഫോളോവേഴ്സ് ഇപ്പം 1 lakh ആയി, 2 lakh ആയി, ഇനിയും ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പൊ? ഭയങ്കര സന്തോഷം. മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം എല്ലാരും ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, കുഞ്ഞിനെ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഓക്കെ, സോഷ്യൽ മീഡിയ ആവുമ്പോൾ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. എന്തെങ്കിലും നെഗറ്റീവ്സ് ഫേസ് ഒരുപാടുണ്ട്. നിങ്ങൾ എന്തൊരു അമ്മയാ, അല്ലെ കുഞ്ഞിനെ വിട്ട് കഷ്ടപ്പെടുന്ന, അല്ലെ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് എന്തിനാ എന്നൊക്കെ ഇവള് കരയുന്ന വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അങ്ങനെ പറയും. ഇവള് മറ്റേ ഡോറെ പോലെ കാണാനുണ്ടെന്നാലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഡോറെ പോലെ കാണാനുണ്ടോ? ചേച്ചിക്ക് വലുതാവുമ്പം ഇവളെ ആരാക്കണോന്ന് ആഗ്രഹം. ഇവള് ചിത്രകാരിയാവും. അങ്ങനെ ആഗ്രഹമില്ല. വലുതാവുമ്പോ അവക്ക് ആരാവണം അവളാവട്ടെ, അവളെ ഇഷ്ടത്തിന് അങ്ങ് വിടുക. ഓക്കെ ചേച്ചി, നന്ദൂട്ടന്റെ ഫുഡ് ഒക്കെ എങ്ങനെ? അവൾക്ക് എന്താ കഴിക്കാൻ കൊടുക്കുന്നത്? അവളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ഇങ്ങനെ കാണാൻ ഞങ്ങൾ ഇൻസ്റ്റാ റീൽസിലൊക്കെ എപ്പോഴും കാണും ഇങ്ങനെ മറ്റേ മാങ്ങ, പുളി, പേരക്ക ഇതൊക്കെ കഴിക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം. ഈ എരിവും പുളിയൊക്കെ ഇച്ചിരി കൂടിയുള്ള സാധനങ്ങൾ കഴിക്കുന്ന ഇഷ്ടം. അല്ലാതെ ആര് സാധനങ്ങൾ കുറുക്കൊന്നും കൊടുത്താൽ വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മള് ഓരോന്നൊക്കെ പേടിപ്പിച്ചൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കും. ഭയങ്കര ഇഷ്ടം മുട്ടയാണ്. ചേച്ചി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റീച്ച് കിട്ടിയിട്ടുള്ള റീൽസ് ഏതാ? റീച്ച് കിട്ടിയത് ഈ മീശ മാധവന്റെ ആ ഒരു സംഭവം ഭയങ്കര ഇതായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ചെയ്ത പെങ്ങന്മാരാണ് വീഡിയോ ഒക്കെ പിടിച്ചത്. എങ്ങനെ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? ഞങ്ങള് ടിക്ടോക്ക് ലവേഴ്സ് ആയിരുന്നു. ആഹാ, അപ്പൊ ഒരു ടിക്ടോക്ക് താരമാണ് ഇരിക്കുന്നേ. അപ്പൊ പിന്നെ നന്ദുകുട്ടി ഇങ്ങനെ ആയത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേടാ? ചേച്ചി, നന്ദുകുട്ടൻ ആരുമായിട്ട് വീട്ടിൽ ഏറ്റവും അറ്റാച്ച്? ചേച്ചി അല്ലാതെ നെക്സ്റ്റ് ആരാണ്? അമ്മൂമ്മയാണോ, അച്ഛനാണോ, അതോ തമ്പുരു ഒക്കെ ആണോ? അവളുടെ അച്ഛനാ. നിങ്ങൾ ടിക്ടോക്ക് താരങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത്? അത് ചേട്ടനാണെങ്കിൽ അന്നത്തെ ചെറിയൊരു പ്രമുഖനൊക്കെ ആയിരുന്നു. ഒരു 30K ഒക്കെ ഉള്ള ഒരാളായിരുന്നു. 30K അന്നത്തെ സമയത്ത് ഒരു ഭയങ്കര സംഭവമാണ്. അപ്പത്തേനും ഞാൻ അങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പത്തേനും ഒരു 1000-1500 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നോക്കിയപ്പോ പുള്ളിയുടെ ഡുവറ്റ് ഒരു വീഡിയോ കണ്ടു. ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങ് ഡുവറ്റ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പൊ അന്നേരം വെച്ച് നമ്മളൊന്ന് നോക്കാന്ന് വിചാരിച്ചു. അന്നേരം ഞാനൊന്ന് ഡുവറ്റ് ചെയ്തതാ. പിന്നെ എന്നെ തിരിച്ച് ഫോളോ ചെയ്തു. എനിക്ക് ഇൻബോക്സിൽ ഒരു ഹായും വന്നു. ഈ ഒരു പ്രമുഖനായ ഒരു ചേട്ടൻ എന്നെ ഹായ് അടിച്ചെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തു. പിന്നെ ചോദിച്ചെന്ന് വെച്ചാൽ എടീ ഇൻസ്റ്റ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം പറഞ്ഞു ഞാൻ ഇൻസ്റ്റ അന്ന് തന്നെ ചോദിച്ചു ഇൻസ്റ്റ ഉണ്ടോ എന്നങ്ങ് ചോദിച്ചു.